വർഗീയത ഇളക്കി വിട്ട് കള്ളപ്രചരണങ്ങൾ നടത്തുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെ സി പി എമ്മും ബി ജെ പിയും ചേർന്ന് നടത്തിക്കൊണ്ടുപോയില്ല. ബി ജെ പിയെ ജയിപ്പിക്കാൻ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്, അവിടെ സി പി എംകാരനെ ജയിപ്പിക്കാൻ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് നടത്തിയത് സി പി എംകാരനാണ്. ബി ജെ പി ആണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. ബി ജെ പി ആണ്. എല്ലാ സമയത്തും ഞാൻ പരാജയപ്പെടുത്തിയിട്ടതെല്ലാം ബി ജെ പി ആണ്. അപ്രതീക്ഷിത പരാജയമാണ് ഇത്തവണ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാറിന് അരുവിക്കരയിൽ നേരിട്ടത്. അദ്ദേഹം മാതൃഭൂമി.comനൊപ്പം ചേരുകയാണ്. അരുവിക്കരയിലെ ഒരു പരാജയം, അപ്രതീക്ഷിതമായ പരാജയമാണ്. താങ്കൾ എന്തായാലും ജയിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഞാനവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്ന അന്ന് മുതൽ തന്നെ അരുവിക്കര വിജയിക്കും എന്നുള്ളതായിരുന്നു പൊതുവായിട്ട് എല്ലാവരും പറഞ്ഞത്. അതായിരുന്നു സാഹചര്യം. ഞാൻ അരുവിക്കരയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് പോയപ്പോൾ തന്നെ അവിടെ UDF പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടിയാണ് എന്നെ സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യാതൊരു അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു പരാജയം ഉണ്ടായതെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം വിജയിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിനും വ്യക്തിഹത്യ നടത്തുന്നതിനും അതുപോലെ തന്നെ കള്ളപ്രചരണങ്ങൾ, വർഗീയത ഇളക്കി വിട്ട് കള്ളപ്രചരണങ്ങൾ നടത്തുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെ സി പി എമ്മും ബി ജെ പിയും ചേർന്ന് നടത്തിക്കൊണ്ടുപോയി. ഞാൻ 50 വർഷക്കാലമായി കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നയാളാണ്. എന്നെ ബി ജെ പിക്കാരനായി ചിത്രീകരിക്കുക, അത് പല കോൺഗ്രസ് നേതാക്കന്മാരെയും അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം, എന്തെങ്കിലും സ്ഥാപിതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം, ഒരു വ്യാപകമായി ഞാൻ ബി ജെ പി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പ്രചരണം സി പി എം അവിടെ നടത്തി, ബി ജെ പിക്കാരനെ നടത്തി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു പക്ഷേ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ എൻ്റെ വോട്ടുകൾ തെറ്റിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തു എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അവിടെ സംഭവിച്ചത് എന്താണ്? ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം 15,000 വോട്ട് പിടിച്ചു, ഇത്തവണ 24,000 വോട്ട് പിടിച്ചു. അപ്പോൾ ഈ പറയുന്നതിന് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട്, എന്തെങ്കിലും സത്യമുണ്ട്? മനഃപൂർവ്വം തേജോവധം ചെയ്യുന്നതിന് ഞാൻ എൻ്റെ എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നയാളാണ്. എന്നെ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി മൈനോറിറ്റിയുടെ വോട്ട് എന്നിൽ നിന്നും അകറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് കരുതിക്കൂട്ടി അവിടുത്തെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയൊരു ഡീലായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവർ ജില്ലാ സെക്രട്ടറി തന്നെ ആദ്യമേ പറഞ്ഞു ശിവകുമാറും ബി ജെ പിയുമായി ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനു മുമ്പ് തന്നെ നമ്മുടെ ചില ആളുകൾ, ആരാണെന്ന് എനിക്ക് വ്യക്തതയില്ല, ഒരു ചാനലിൽ ഞാൻ സീറ്റ് തന്നില്ലെങ്കിൽ, തിരുവനന്തപുരത്ത് സീറ്റ് തന്നില്ലെങ്കിൽ ബി ജെ പി പോകും എന്നൊരു വ്യാജമായ പ്രചരണം ഇളക്കി ഞാൻ അവർക്കെതിരെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. 1 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വാർത്ത എടുത്ത് സീറ്റ് തന്നില്ലെങ്കിൽ ബി ജെ പി പോകും, ഇത് ആരാണ് പറഞ്ഞു എന്നുള്ള ഒരു ചാനലിൽ വന്ന വാർത്ത അതെടുത്ത് അവിടെ പ്രചരിപ്പിക്കുക. അപ്പോൾ തികച്ചും മനുഷ്യത്വരഹിതമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആണ് ബി ജെ പിയും സി പി എമ്മും ചേർന്ന് അവിടെ നടത്തിയത്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് 14,000 വോട്ട് കിട്ടി, 25,000 വോട്ട് കിട്ടുന്ന കാരണം എന്താ? അപ്പോൾ ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് തികച്ചും ജാതി. അപ്പോൾ അതിനെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കാൻ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ അപമാനിക്കുക. തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് മത്സരിച്ചിരുന്ന ആളാണ്. നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണോ അരുവിക്കര, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അരുവിക്കരയിലേക്കുള്ള ഒരു എത്തിപ്പെടൽ എങ്ങനെയായിരുന്നു? ഒരിക്കലും ചോദിച്ചു വാങ്ങിയല്ല. ഞാൻ 15 വർഷമായി ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുന്നയാളാണ്. 10 വർഷം MLAയും മന്ത്രിയുമായി ഞാനിവിടെ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം 5 പരാജയപ്പെട്ടു എന്നുള്ളത്. പക്ഷേ അതിനുശേഷം 5 വർഷവും ഈ തിരുവനന്തപുരത്തിൻ്റെ ഓരോ മുക്കും മൂലയിലും ജനങ്ങളുടെ പ്രശ്നങ്ങളിലും അത് ഓരോ ആളുകളുമായി വ്യക്തിപരമായിട്ടുള്ള ബന്ധവുമൊക്കെ സ്ഥാപിച്ച് പാർട്ടി പ്രവർത്തനങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ച് നിന്നയാളാണ് ഞാൻ ഒരിക്കലും അരുവിക്കര പോകുന്നതിന് ആഗ്രഹിച്ചില്ല. പക്ഷേ പാർട്ടി നേതൃത്വം ഒരു കാര്യമാണ്, ഞാൻ പാർട്ടി നേതൃത്വം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന ഒരാളാണ്. ഞാൻ പാർട്ടിക്കാരനാണ്. ഈ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ പാർട്ടിയെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. ഇന്ന് DCC പ്രസിഡൻ്റായിരുന്നു. അന്ന് കരുണാകരൻ സാറിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനാണ്. അദ്ദേഹം പാർട്ടി വിട്ടു പോയപ്പോൾ പോലും ഞാൻ പാർട്ടിയിൽ നിന്ന് അത്രത്തോളം പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നയാളാണ്. നെഹ്റു കുടുംബത്തോടൊപ്പം നിൽക്കുന്നയാളാണ്. 1975-76 കാലഘട്ടത്തിൽ ചെറിയ പ്രായത്തിൽ KSUവിലൂടെ കടന്നു വന്നയാളാണ്. ആ കുടുംബത്തിന് ഒരിക്കലും ഞാൻ വിട്ടുപോയിട്ടില്ല. അരുവിക്കര പോകാൻ പറഞ്ഞു, അരുവിക്കര സീറ്റ് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അരുവിക്കരയിൽ ഞാൻ പാർട്ടി പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് പോയി. എൻ്റെ ആഗ്രഹം തിരുവനന്തപുരത്ത് മത്സരിക്കുക എന്നുള്ളതായി. തിരുവനന്തപുരത്ത് മത്സരിച്ചിരുന്നുവെങ്കിൽ ഞാൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ യാതൊരു സംശയവുമില്ല. എനിക്ക് അവിടെ പ്രവർത്തിക്കാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിനുപരിയായി അവിടെ പ്രവർത്തിക്കാനുള്ള സമയം കിട്ടിയില്ല.
2 ആഴ്ചയാണ് കിട്ടിയത്. 10 ദിവസം ജീപ്പിലായിരുന്നു, പര്യടനത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ പാർട്ടി പറഞ്ഞൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലേക്ക് വേണ്ടി അവിടെ പോയി. താങ്കൾ ഏതെങ്കിലും ഒരു ട്രാപ്പായിരുന്നോ അരുവിക്കരയിലേക്ക് നിങ്ങളെ പറഞ്ഞു വിടുക എന്നുള്ളത്? അതൊന്നും ഞാൻ പറയുന്നില്ല. പാർട്ടി എന്നോട് നിർദ്ദേശിച്ചു അവിടെ പോകണമെന്ന് പറഞ്ഞു. എല്ലാ ആളുകൾക്കും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ട ആളുകൾക്കെല്ലാം അതാ സ്ഥലങ്ങളിൽ സീറ്റ് കൊടുക്കും. ഇപ്പോൾ മുരളീധരൻ പിന്നെ വട്ടിയൂർക്കാവിൽ അദ്ദേഹം ഇവിടെ പിന്നെ മത്സരിച്ച് പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്നു. ഇപ്പോൾ ബിന്ദു കൃഷ്ണ കൊല്ലത്ത് അവരവിടെ നിന്നു. പിന്നെ മത്സരിച്ചിട്ട് അവിടെ പ്രവർത്തിച്ചു. ഈ കൊല്ലത്ത് കോർപ്പറേഷൻ ഇലക്ഷൻ്റെ ചാർജായിരുന്നു. 30 വർഷമായി ഇല്ലാതിരുന്ന കോർപ്പറേഷൻ ഭരണം പിടിച്ചു കൊടുത്തത് എൻ്റെയും കൂടി നേതൃത്വത്തിലാണ്. അപ്പോൾ എനിക്കറിയാം ബിന്ദുകൃഷ്ണയുടെയൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ സജീവമായി നിന്ന് ജ്യോതികുമാർ ചാമക്കാല. അപ്പോൾ അവിടെയൊക്കെ നിന്ന് പ്രവർത്തിച്ച ആളുകൾക്ക് അവരവർ നിന്ന് സ്ഥലത്ത് സീറ്റ് കൊടുത്തു. എനിക്ക് അരുവിക്കര പിടിക്കാനാണെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അതാണ് ഒരു ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. എനിക്ക് തിരുവനന്തപുരത്തിന് മത്സരിക്കണമെന്ന് ഞാൻ അവസാന നിമിഷം വരെ ഞാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഞാൻ അരുവിക്കര പോകണം എന്ന് പറഞ്ഞപ്പോൾ പോകാൻ നിർബന്ധിതനായിട്ട് ഞാനവിടെ പോയതാണ്. അവിടെയും വിജയിക്കുമെന്നുള്ള ഒരു ധാരണ ആദ്യം മുതൽ തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അരുവിക്കരയിലേക്ക് ഞാൻ പോയത് തന്നെ. സ്ഥാനാർത്ഥി ആവുന്നതിൻ്റെ മുന്നേ തന്നെ തങ്ങൾ പാർട്ടി വിട്ടു പോകും, BJP ആവും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചരണം ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം, സോഷ്യൽ മീഡിയയിലും ചാനലൊക്കെ. എന്തുകൊണ്ടായിരുന്നു താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നത്? എനിക്കതറിയില്ല. കാരണം തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ് ഞാൻ. അതിനെ തകർക്കാൻ വേണ്ടി, കോൺഗ്രസ് പാർട്ടിയെ തകർക്കാൻ, കോൺഗ്രസ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഞങ്ങളെപ്പോലെയുള്ള മുന്നിൽ നിൽക്കുന്ന ആളുകളെ തേജോവധം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എന്നെക്കുറിച്ച് മാത്രമല്ല, കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരെക്കുറിച്ച് ഇതുപോലെ BJP ആണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു, BJP ആണ്. എല്ലാ സമയത്തും ഞാൻ പരാജയപ്പെടുത്തിയിട്ടതെല്ലാം BJP ആണ്. തിരുവനന്തപുരത്ത് കൃഷ്ണകുമാറും അതുപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചപ്പോൾ O രാജഗോപാലിനടക്കം പരാജയപ്പെടുത്തിയ ഞാനാണ്. അപ്പോൾ BJP ആണെന്ന് പറഞ്ഞ് കുറേ നമ്മുടെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ നമ്മളിൽ നിന്ന് അകറ്റുക, കോൺഗ്രസ്സിൽ നിന്ന് അകറ്റുക, അങ്ങനെ എങ്ങനെയെങ്കിലും വിജയം ഉണ്ടാക്കിയെടുക്കുക. അവിടെ MLA എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതൊക്കെ ആളുകൾക്കറിയാം. അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഒരു തികച്ചും നീതികേടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി പരാജയപ്പെടുത്തുക എന്നുള്ളത്. ഒരു പ്ലാനിങ്ങിലുള്ള ഒരു ചെറിയൊരു പോരായ്മ കൂടിയാണ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റില്ലേ? അല്ല, എൻ്റെ സ്ഥാനാർത്ഥം വന്നപ്പോൾ തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അത് സ്വാഗതം ചെയ്തു. അത് ഞാൻ മനസ്സിലാക്കിയതുമാണ്. പിന്നെ G. കാർത്തികേയൻ അവിടുത്തെ ദീർഘകാല MLA ആയിരുന്നു. അവർക്ക് അതിനുശേഷം പിന്നെ അവിടെ ഒരു ജനപ്രതിനിധി ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പലരും എന്നോട് പറഞ്ഞത്. ശബരിനാഥൻ കുറച്ച് ദിവസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ പോയപ്പോൾ അവർക്കൊരു വലിയ ഇതാണ് ഒരു അവിടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് നേതൃത്വം കൊടുക്കുന്നതിന് ഒരാളുണ്ട് എന്നുള്ളൊരു വലിയ പ്രതീക്ഷയോടുകൂടി, വലിയ ആവേശത്തോടു കൂടിയാണ് കോൺഗ്രസ് പാർട്ടിയുടെയും UDFൻ്റെയും പ്രവർത്തകർ അവിടെ നിന്ന്. ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ തുടക്കത്തിൽ തന്നെ CPIമാർ ഇവിടെ ഉന്നയിച്ച പ്രധാന ആരോപണം കോൺഗ്രസും BJPയും തമ്മിൽ ഡീൽ ആരോപണം ഉണ്ട് എന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ അന്ന് തന്നെ ഞാൻ അതിന് മറുപടി പറഞ്ഞതാണ്. CPMൻ്റെ ജില്ലാ സെക്രട്ടറി, താൽക്കാലിക സെക്രട്ടറി, ഒരു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പറഞ്ഞു BJPയും കോൺഗ്രസും തമ്മിൽ ഡീലാണെന്നുള്ള അയാൾ സംസാരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ CPMും BJPയുമായിട്ടാണ് ഈ ഡീലുണ്ടാക്കിയത്. തിരുവനന്തപുരം സീറ്റിൽ CPMന് ഒരു സ്ഥാനാർത്ഥി നിർത്തിയില്ല. അവർ എഫക്റ്റീവായിട്ടൊരു സ്ഥാനാർത്ഥി നിർത്തിയില്ല. BJP ജയിപ്പിക്കാനാണ്. അരുവിക്കരയിൽ ഈ പറയുന്നത് പോലെ ഈ CPMൻ്റെ അറിവോടുകൂടി BJPയും CPMുമായിട്ട് ഞാൻ BJPക്കാരനാണെന്ന് പറഞ്ഞ് പിന്നെ പ്രൊപ്പഗൻഡ ഉണ്ടാക്കി, കള്ള നോട്ടീസ് ഇറക്കി, പേര് വയ്ക്കാതെ, ഞാനത് കോടതി പോവാണ്, പേര് വയ്ക്കാതെ നോട്ടീസ് ഇറക്കി ഞാൻ BJPക്കാരനാണെന്ന് പറയുമ്പോൾ മൈനോറിറ്റീസിൻ്റെ വോട്ട് എന്നിൽ നിന്നും അകറ്റാനും CPMകാരനെ വിജയിപ്പിക്കാനും വേണ്ടിയാണ് അവിടെ ഇത്തരത്തിലുള്ള ഡീൽ ആരോപണം ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ അവിടെ ഡീല് CPMും BJPയും ആയിട്ടായിരുന്നു. BJPക്കാരൻ ഞാൻ പറഞ്ഞതുപോലെ 15,000 വോട്ട് പിടിച്ച BJPക്കാരൻ 25,000 വോട്ട് പിടിച്ച് അവിടെ CPMകാരനെ വിജയിപ്പിച്ചു. അതാണ് അവിടെ നടന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നടന്നത് CPMക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല. BJPയെ ജയിപ്പിക്കാൻ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്, അവിടെ CPMകാരനെ ജയിപ്പിക്കാൻ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് നടത്തിയത് CPMകാരനാണ്. പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ പാർട്ടി പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് എൻ്റെ പ്രവർത്തന മണ്ഡലം. അതുപോലെ തന്നെ അരുവിക്കരയിലും അവരത്തെ മുഴുവൻ ആളുകളും എന്നോട് വന്ന് പറഞ്ഞു, സാറ് ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്, ഒരു കാരണവശാലും ഞങ്ങളെ വിട്ടു പോകരുത്, ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞാൻ പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ, കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അവിടെ ഉണ്ടാകും. തിരുവനന്തപുരം എൻ്റെ കർമ്മമണ്ഡലമാണ്. ഇവിടെയും ഞാൻ എല്ലാ കാര്യങ്ങളിലും ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഇനിയുള്ള
കർമ്മ പരിപാടി. 102 സീറ്റുമായി വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ UDF ജനങ്ങൾ അധികാരമേറ്റിയിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ചർച്ച പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന രീതിയിലുള്ള തീരുമാനം കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാരും അംഗീകരിക്കും, അതിന് യാതൊരു സംശയവും.